എവ്രിവൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. പേട്രിയോട്ട് ടീസർ റിലീസ് ആയിട്ടുണ്ട്. 2-3 വട്ടം കണ്ട കാഴ്ചയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കത്തി, അത്യാവശ്യമൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ കാരണങ്ങളാവണമെന്നേ ഇല്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും ഒന്നുകൂടെ കണ്ടുനോക്കാം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social score to people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കാം. Student laptop scheme laying program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നിച്ച് എന്താവും അഗ്നിഷൻ അറിയാം. ലാസ്റ്റ് അടിപൊളിയല്ലേ? Great Indian traitor or patriot? ഫെയ്ത്ത്, ട്രസ്റ്റ്, ഫോളോവേഴ്സ് അതെല്ലാം അവർ നേടിയെടുത്തതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യകാലങ്ങളിലെ പഴയ കാലത്തെ 3 കിടിലം ആൾക്കാർ, ഒരു പക്ഷേ അവർ സീക്രട്ട് ഏജൻസ് ആയിരുന്നിരിക്കാം, എന്തുമായിരുന്നിരിക്കാം, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിന്ന ആൾക്കാരായിരിക്കാം. കാരണം ലാലേട്ടൻ്റെ ക്യാരക്ടർ കേണലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പുള്ളിയുടെ ഒരു ബാഡ്ജും പിന്നെ ഒരു ഫ്ലാറ്റിലോട്ട് ആൾക്കാർ കയറി പോകുന്നതും അതിനുശേഷം ലാലേട്ടനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളും, ലാലേട്ടൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഒരു സീക്രട്ട് എന്താ പറയുക, നമ്മുടെ തട്ടുമുറം എന്നുള്ള പോലൊരു സംഭവമൊക്കെ പുള്ളി ക്ലോസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ബോട്ടിലും ഉണ്ട് അവിടെ, അതായിരിക്കട്ടെ. വൈകിട്ട് എന്താ പരിപാടി, അടിക്കണ്ടേ, അതായിരിക്കാം. മമ്മൂക്കയുടെ പല ഗെറ്റപ്പുകൾ കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇങ്ങനെ ഒരു ഊന്നുവടി പിടിച്ച് വരുമ്പോൾ, അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു റിട്ടയർഡ് സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തുള്ള ഒരു മിഷൻ്റെ ഭാഗമായിരിക്കാം. മമ്മൂക്കയുടെ ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്നുള്ള കട്ട്സാണ്, പക്ഷേ രസമുണ്ട്. അതായത് പണി അറിയാവുന്നവൻ എടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ രജനീകാന്തിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മമ്മൂക്കയ്ക്ക് പ്രായമുണ്ട്, അപ്പം ബോഡി ഡബിൾസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല കട്ട്സൊക്കെ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ കാണിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഓൾറെഡി പുള്ളിക്കൊരു കിടിലൻ കരിസ്മയുണ്ട്. പുള്ളി വെറുതെ എന്താ പറയുക, ഭീഷ്മപർവ്വത്തിലൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നിട്ട് താളികളെ എൻ്റെ അടുത്ത് താണിക്കാൻ വന്നാൽ വെട്ടി പട്ടി കിട്ടുന്നു പറയുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. അപ്പോൾ ഇത് പൊളിക്കും. ഇത് കണ്ടിട്ടൊരു ആദ്യം ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഈ സിനിമയുടെ മുഴുവൻ ന്യൂസുകളും ലീക്കാവുകയാണ്. മമ്മൂക്കയുടെ അത്യാവശ്യം എല്ലാ ലുക്കുകളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ടീസർ വരുന്നതിന് മുമ്പ്. ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു പടം, കുഞ്ചാക്കോ ബോബൻ, ഫഹദ്, നയൻതാര, രേവതി, ഇവരൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ടതിൽ ഓർമ്മ വരുന്നത്. ഇവർ എല്ലാവരും വരുമ്പോൾ ഒരു വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സംഭവമായിരിക്കണമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ടീസർ ഒട്ടും മോശമല്ല, വൻ പ്രതീക്ഷയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്താ പറയുക, പെരിസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ചൈനയിലൊക്കെ ബാൻ ചെയ്തിരുന്ന ആപ്പാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്യാനും അവിടുത്തെ യൂത്തിനെ എപ്പോഴും കൺട്രോളിൽ നിർത്താനും, അവരുടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു കേൾക്കുക. അപ്പം അതുപോലെ ഈ സോഷ്യൽ സ്കോർ എന്ന് പറയുന്നത് ബിഹേവിയറും മോണിറ്റൈസിങ് പവറും, അതായത് പൈസ സ്പെൻഡ് ചെയ്യാനുള്ളതും സ്വഭാവവും അനുസരിച്ച് ആൾക്കാരെ റാങ്ക് ചെയ്ത് അവരെ ഫ്ലൈറ്റിൽ കയറ്റണോ, അങ്ങനെയൊക്കെ ചൈനയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. അപ്പോൾ നമുക്കറിയില്ല ഇതൊക്കെ ഇതിൽ എത്ര സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതുപോലെ വേറെയും ഒരുപാട് രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ ആൾക്കാരെ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിന് എപ്പോൾ ത്രെട്ട് ഉണ്ടോ അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് മാറും, അങ്ങനെ ചിന്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, നമുക്ക് ചിലപ്പോൾ എല്ലാം മോണിറ്റേർഡ് ആയിരിക്കുമല്ലോ നമ്മൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോസും എല്ലാം അതിൻ്റെ അർത്ഥവും ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത് ഇന്ത്യയിൽ വരുമ്പോൾ സമീപകാല രാഷ്ട്രീയത്തിൽ അതിന് എന്തൊക്കെ ത്രെട്ടുകൾ ഉണ്ടാകുന്നു, ഒരു പക്ഷേ ഈ 3 പേർ, അതിൽ മമ്മൂക്ക, ലാലേട്ടൻ, ഒരു പക്ഷേ രേവതി ആയിരിക്കാം, ഇവർ വെറുതെ ഒഴിവാക്കി വിട്ട ഒരാളിപ്പോൾ ത്രെട്ടായിട്ട് വരുന്നതായിരിക്കാം. ഒരു പക്ഷേ ഇവരെ ഇപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ആളായിട്ട് മറ്റേ വിക്രത്തിലെ സ്റ്റെൽത്ത് ഗ്രൂപ്പിലെ കറണ്ട് ക്യാപ്റ്റനായിട്ട് വരുന്ന ഫഹദിൻ്റെ ക്യാരക്ടർ പോലെ ഇതിൽ ഫഹദ് ആയിരിക്കാം.
അവസാനം ഇവരുടെ കൂട്ടത്തിൽ കൈകോർക്കുന്നതായിരിക്കും. ഫൈറ്റർ ജെറ്റൊക്കെ എടുത്ത് പുള്ളി എങ്ങോട്ടോ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് സാർ പോകുന്നത്? നിങ്ങൾ ബീസ്റ്റിലെ വിജയെ പോലെ ഒരു കള്ളനെ പിടിച്ച് അതിൻ്റെ പുറകിലിട്ട് കൊണ്ടുവരില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം മഹേഷ് നാരായണനാണല്ലോ ഡയറക്ടർ, നെൽസൺ അല്ലല്ലോ. പിന്നെ വിജയുടെ പോലെ കൈയടത്തലുകൾ ഇവിടെ ഒരു നായകന്മാരും ചെയ്യാനും പോകുന്നില്ല. അപ്പം അങ്ങനെ ഈ ഒരു ടീസറോട് കൂടി ഇതിൻ്റെ പ്രതീക്ഷ സ്കൈ ഹൈ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് മമ്മൂക്കയെ യൂസ് ചെയ്തിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ രസമായിട്ടുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അതിൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിക്കുന്നതും കൂടെ ഉള്ളപ്പോൾ എക്സൈറ്റ്മെൻറ്റ് അടിപൊളിയാണ്. പിന്നെ ഇവർ തമ്മിലൊരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വലുത് നീ വലുത് അങ്ങനെയില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ക്യാമിയോ ഒന്നുമല്ല, ഇതൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അല്ലെങ്കിൽ ഒരു പക്ഷേ മുൻതൂക്കം മമ്മൂക്കയ്ക്കും അതിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ കഥാപാത്രം. പുള്ളി പൊളിക്കും, രണ്ടുപേരും പൊളിക്കട്ടെ. ഫാൻ ഫൈറ്റൊക്കെ ഒരു സൈഡിൽ നടക്കും. ഈ പടം ഇറങ്ങുമ്പോൾ ഇവരെങ്ങനെ ഡീഗ്രേഡ് ചെയ്യും എന്നുള്ളത് എനിക്കൊന്ന് കാണണം. അതൊരു രസമായിരിക്കും. എനിവേസ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഭയങ്കര ഹോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വരട്ടെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എന്തായാലും മലയാള സിനിമയുടെ ഇങ്ങനെ ഓരോ ചുവടും വളരെ രസമായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പടങ്ങൾ പുറത്തിറങ്ങുന്നതെല്ലാം നല്ല വിജയങ്ങളാവട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ടീച്ചർ കണ്ടിട്ട് എല്ലാം രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.